ജീവിക്കുവാനുള്ള അവകാശത്തോടൊപ്പം തന്നെ സുരക്ഷയോടുകൂടി ജീവിക്കുവാനുള്ള അവകാശം, ഭയമില്ലാതെ ഉറങ്ങുവാനുള്ള അവകാശം. ഇത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷമല്ല. നമ്മുടെ തമിഴ്നാട്ടിലെ സഹോദരി സഹോദരന്മാർക്ക് കൃഷിക്കായിട്ട് വെള്ളത്തെ ആശ്രയിക്കുകയും അവർക്ക് വേണ്ടപ്പെട്ട തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യാം. അതോടൊക്കെ തന്നെയാണ് കേരള സംസ്ഥാനത്തിലെ ജനങ്ങളുടെ സുരക്ഷയും ഉറപ്പുവരുത്തുക എന്നുള്ളത്. അപ്പോൾ ഇതിന് ഭരണഘടനാപരമായിട്ടുള്ള ഒരു വലിയ ഉത്തരവാദിത്വം തന്നെ അനിവാര്യമാണ്. തുടർച്ചയായി വന്ന കേരള സർക്കാരുകൾ, ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ, കേരള സർക്കാരുകൾ എന്തുകൊണ്ട് ഈ അണക്കെട്ടിൻ്റെ കാര്യത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുവാൻ പരാജയപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ചോദിക്കണം, സ്വയം ചോദിക്കണം. എല്ലാവരും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ ആരും ഉത്തരവാദിത്തപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നില്ല. 3 മുതൽ 6 മണിക്കൂറിനുള്ളിൽ മധ്യകേരളം തകരും എന്നാണ് പറയപ്പെടുന്നത്. കോതമംഗലം, പെരുമ്പാവൂർ, ആലുവ തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങൾ, കൊച്ചിയിലെ താഴ്ന്ന പ്രദേശങ്ങൾ, ഇവിടേക്കൊക്കെ വെള്ളം ഇരച്ചു കയറും. കോതമംഗലം മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ എറണാകുളം ജില്ലയിലെ ആളുകളൊക്കെ തന്നെയും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടും. വിമാനത്താവളം വെള്ളത്തിനടിയിലാകും, മെട്രോ സിസ്റ്റം തകരാറിലാകും, ആശുപത്രിയെ, ടെക്നോ പാർക്കുകൾ, ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇതൊക്കെ തന്നെയും ബുദ്ധിമുട്ടിലാകും. ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നു വരുമ്പോൾ ഏകദേശം 20 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്ന ആലപ്പുഴ ജില്ലയിൽ കായലുകളുണ്ട്, അല്ലേ, കനാലുകളുണ്ട്. ചരിത്രപരമായ വെള്ളപ്പൊക്കത്തെ എങ്ങനെ നമ്മൾ നേരിടും? പത്തനംതിട്ട ജില്ല, തൃശ്ശൂർ, കാര്യം ഇവിടെയൊക്കെ സ്പിൽവേ ഉണ്ട്. അപ്പം ഈ വെള്ളം നിറഞ്ഞു കവിയുമ്പോൾ എന്ത് ചെയ്യും? ആളുകളെയൊക്കെ എങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിക്കും? സമയബന്ധിതമായിട്ട് ഒഴിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ 10,000-കണക്കിന് ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചേക്കാം. സാമ്പത്തിക നഷ്ടം മറ്റൊരു വശത്ത്. ലോകത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള അണക്കെട്ട് ദുരന്തങ്ങളിൽ ഒന്നായിരിക്കും മുല്ലപ്പെരിയാർ ഡാം. അപ്പോൾ ഈ ഒരു സത്യത്തിനെ മനസ്സിലാക്കി മുന്നോട്ട് വരുവാനും മുല്ലപ്പെരിയാർ ഡാം സമയബന്ധിതമായി കാലതാമസമില്ലാതെ ഡീകമ്മീഷൻ ചെയ്യുവാനും അതോടൊപ്പം തന്നെ വേണ്ട തരത്തിലെ ലീഗൽ മെഷേഴ്സ് സൈമിൾട്ടേനിയസ്ലി എടുക്കുവാനും ഉതകുന്നതായിരിക്കണം ഇനി വരാൻ പോകുന്ന സർക്കാരുകൾ. തന്മൂലം പുതിയൊരു ഡാം പണിയാം എന്ന് പറയുന്നു. പുതിയൊരു ഡാം പണിത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അവസാനിക്കുമോ എന്നും നാം ചിന്തിക്കേണ്ടതുണ്ട്. അതിൻ്റെയും നിർമ്മാണ രീതികളിൽ എന്തെങ്കിലും കോട്ടം സംഭവിച്ചു പോയി എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ഭാവി തലമുറയും നമ്മളോട് ചോദിക്കില്ലേ, ഇത്രയുമൊക്കെ ചരിത്രപരമായിട്ട് രേഖപ്പെടുത്തി നിന്നപ്പോൾ എന്തുകൊണ്ട് നമ്മളുടെ സാമൂഹിക പ്രവർത്തകരും നേതാക്കന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ തന്നെയും വീണ്ടും ഇത്തരത്തിലെ ഭയാനകമായിട്ടൊരു സാഹചര്യം സൃഷ്ടിക്കുവാനുതകുന്ന മറ്റൊരു ഡാം പണിതുയർത്തി എന്നുള്ളത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം തിരഞ്ഞെടുത്തത് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്ന ആളുകളോട്, കാര്യം മുല്ലപ്പെരിയാർ വിഷയം ചങ്ങനാശ്ശേരിയുടെ മാത്രം പ്രശ്നമല്ല, അല്ലേ, കോട്ടയം ജില്ലയുടെ മാത്രം പ്രശ്നമല്ല, കേരള സംസ്ഥാനത്തിൻ്റെ മുഴുവൻ പ്രശ്നമാണ്. എന്നാൽ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം മുതൽ വിവിധ തരത്തിലെ സംഘടനകളോടോ അതിൽ പ്രവർത്തിക്കുന്ന ആളുകളോടോ രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്ന ആളുകളോടോ ഒക്കെ തന്നെയും നിങ്ങളൊക്കെ ദയവ് ചെയ്ത് ഈ ഒരു കാര്യത്തിന് വേണ്ടി ആർജവത്തോടുകൂടി ഈ ഒരു ഇലക്ഷന് നിൽക്കണം, അതിനെപ്പറ്റി സംസാരിക്കണം, അത് നിങ്ങളുടെ അജണ്ടയുടെ ഭാഗമാക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെവിയിൽ കൂടെ കേട്ട് അടുത്ത ചെവിയിൽ കൂടെ ഇറക്കി വിടുവാൻ പോലുമുള്ള ഒരു സമയം നൽകാത്ത ആളുകളായാണ് കണ്ടത്. അപ്പം നിങ്ങളിത് മനസ്സിലാക്കണം ജനങ്ങൾ. തന്മൂലം എനിക്ക് എൻ്റെ ഈ ജന്മത്തിൻ്റെ ഒരു കർമ്മമായിട്ട്, നിയോഗത്തിൻ്റെ ഭാഗമായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുവാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിച്ചു. കാരണം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഒറ്റയ്ക്ക് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട്, എല്ലാം. അപ്പം അതുകൊണ്ട് ചങ്ങനാശ്ശേരി ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്.
നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആളുകൾ, താമസത്തിൻ്റെ ഫെസിലിറ്റിയെ, ട്രാവലിംഗ് ഫെസിലിറ്റിയെ, അപ്പോൾ ഇതൊക്കെ കുറേ കൂടെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് സജ്ജീകരിക്കുക എന്നുള്ളതിനേക്കാൾ എളുപ്പമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ചങ്ങനാശ്ശേരിയിലായിരുന്നു. തന്മൂലമാണ് ഞാൻ ഇടുക്കി ജില്ലയിലോ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലോ നിൽക്കാതെ ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം തിരഞ്ഞെടുത്തത് എന്ന് ദയവായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിലും പരിചയമുള്ള ആരെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിലും അത് ഇവിടെ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും ഒറ്റയ്ക്കായതുകൊണ്ട്, സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയതിനാൽ. തന്മൂലം എൻ്റെ പ്രിയപ്പെട്ട ചങ്ങനാശ്ശേരി നിവാസികളെ, നിങ്ങളോടാണ് ഇനി എനിക്ക് പറയാനുള്ളത്. ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ചങ്ങനാശ്ശേരി സാംസ്കാരിക ഐക്യത്തിൻ്റെയും ബുദ്ധിശക്തിയുടെയും ഒക്കെ അചഞ്ചലമായിട്ടുള്ള ശക്തി കാലാകാലങ്ങളായിട്ട് പ്രകീർത്തിച്ചു കൊണ്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ കൽക്കിയിൽ ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ കേരളത്തിൻ്റെ കണ്ണുകൾ യഥാർത്ഥത്തിൽ ചങ്ങനാശ്ശേരിയെയാണ് ഉറ്റുനോക്കുന്നത്. അത് നിങ്ങൾ ഈ കമൻറ്റിൽ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് അവർ ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലമായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യും എന്നുള്ളത്. അപ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ആരെ തന്നെയാണെങ്കിലും അവർ ഈ ഒരു കാര്യത്തിനെ കൂടെ വളരെ പ്രാധാന്യത്തോടുകൂടി കണ്ടാൽ മാത്രം പോരാ, സജ്ജീകരണങ്ങൾ ഒരുക്കുന്ന ആളുകളാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് എങ്കിൽ തിരഞ്ഞെടുക്കുക അവരെ. ഇല്ല, നിങ്ങൾക്ക് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വോട്ട് നൽകി എന്നെ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം കേരളം നമ്മെ, ചങ്ങനാശ്ശേരിയിലുള്ള ആളുകളെ ഉറ്റുനോക്കുന്ന സമയമാണിത്. കേരളത്തിൻ്റെ നിലനിൽപ്പും ഈ ഒരു കാര്യത്തിനെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങളും ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിലെ നിങ്ങൾ ഓരോരുത്തരെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. രാഷ്ട്രീയത്തിനേക്കാൾ വലുതാണ് ഈ വലിയ നിമിഷങ്ങൾ, ഈ വലിയ തീരുമാനങ്ങൾ. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷയെക്കുറിച്ചും നമ്മളുടെ വീടുകളുടെ സ്ഥിരതയെക്കുറിച്ചും നാം ഇന്ന് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്ന നേതാക്കളായിട്ട് നമ്മെ ഭരിക്കുവാനായിട്ട് പോകുന്ന ആളുകൾ അവരിലാണ് ഇരിക്കുന്നത്. തന്മൂലം തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിനെ സംബന്ധിച്ച് അതീവ ഗൗരവമായിട്ട് കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സിത്താർ ചിഹ്നത്തിൽ ചങ്ങനാശ്ശേരിയിലെ ജനത എനിക്ക് വോട്ട് നൽകി വിജയിപ്പിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഭയമില്ലാതെ ജീവിക്കുവാനുള്ള എൻ്റെയും നിങ്ങളുടെയും അവകാശത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ലോകം എക്കാലത്തും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലെ ഭീഷണികളിൽ നിന്നൊക്കെ നമ്മുടെ സംസ്ഥാനത്തിനെ രക്ഷപ്പെടുത്തുവാനും സംരക്ഷിക്കുവാനും മുല്ലപ്പെരിയാറിനെ പറ്റിയുള്ള ആശങ്കകൾ മാറ്റി അത് സുരക്ഷിതമായി പരിഹരിക്കുവാനും ഉത്തമമായിട്ടുള്ള നേതൃത്വം കാഴ്ചവെക്കുവാൻ നിങ്ങളേവരും എനിക്ക് ഈ ഒരു അവസരം നൽകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.